യേശു ശരിക്ക് ശുദ്ധീകരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സുവിശേഷത്തിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 24-ാം തിരുവചനം വായിക്കാം. ഇതുവരെ നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എന്താണ്? നിങ്ങളെ ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകപ്പെടും. എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് സന്തോഷവും പൂർണ്ണമായിരിക്കും. ഇത് ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹമായി തീരുകയും ചെയ്യും. അന്ന് യേശു ശിഷ്യന്മാരുടെ കൂടിയായിരുന്നപ്പോൾ എല്ലാം പൂർണ്ണമായിരുന്നു. എല്ലാം കുറവുകളും യേശു പരിഹരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വെള്ളം വീഞ്ഞാക്കി മാറ്റി. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചു. അസുഖമുള്ളവരെ സൗഖ്യമാക്കി. ശിഷ്യന്മാർക്ക് യാതൊന്നും ചോദിച്ച് ലഭ്യമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു പിതാവിൻ്റെ അടുക്കൽ പോകാൻ പോകുന്ന സമയം വന്നപ്പോൾ അവൻ അവരെ നോക്കി പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഇനി പിതാവിൻ്റെ അടുക്കൽ ചോദിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുവിൻ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതെന്തും ചെയ്തു തരും. യേശുവിൻ്റെ തിരുവചനം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. യോഹന്നാന്റെ 14:14 പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ചോദിക്കുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം തന്നെ ചെയ്തു തരും. അതിന് പല കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ നമുക്ക് സമയത്ത് ചിന്തിക്കാം. സ്വർഗീയ സർക്കാരിൽ യേശുവിൻ്റെ നാമത്തിന് വലിയൊരു മതിപ്പുണ്ട്. എന്തെന്നാൽ അവൻ ദൈവപുത്രൻ. യേശുവിൻ്റെ നാമത്തിനുള്ള പിതാവിൻ്റെ ഓമനപുത്രൻ, പിതാവിന് സമമായവൻ. അവൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നു, നാവുകൾ അവനെ കർത്താവെന്ന് വീട്ടു പറയുന്നു. ദൈവമക്കളായ നാം അവൻ്റെ നാമം പ്രയോജനപ്പെടുത്തുന്നതിനായി സ്നേഹപൂർവ്വം നമുക്ക് അനുവാദം വാങ്ങി തന്നിരിക്കുന്നു. എൻ്റെ നാമത്തിൽ ചോദിക്കുവിൻ, എൻ്റെ പേര് പറഞ്ഞ് ചോദിക്കുവിൻ, പിതാവ് തീർച്ചയായും നിങ്ങൾക്ക് തന്നരുളും. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതൊരു വാഗ്ദാനമാണ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ദേവാലയ ഗോപുരത്തിങ്കിൽ പുറകിൽ തന്നെയായിട്ട് മുടന്തനായ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ഉടനെ അവർക്ക് യേശു നൽകിയ വാഗ്ദാനം ഓർമ്മ വന്നു. ആ മുടന്തന് നൽകാൻ അവരുടെ കയ്യിൽ വെള്ളിയുമില്ല, പൊന്നുമില്ല, പൈസയുമില്ല, യാതൊന്നുമില്ല. അവർക്ക് തന്നിച്ചു പോയ യേശുവിൻ്റെ നാമമെന്ന അധികാരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആകയാൽ അവനെ നോക്കി, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ വലത്ത് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും എല്ലാം ഉറച്ചു നിൽക്കാൻ അവന് സാധിച്ചു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 6-8 തിരുവചനം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമം ഉച്ചരിച്ചുടനെ അവനെ ദൈവത്തിൻ്റെ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ കാലുകൾ മറ്റുള്ളവരുടെ കാലുകൾ പോലെ ആയി മാറി. അതുകൊണ്ട് എല്ലാ തരത്തിലും യേശുവിനെ നമ്മൾ അവൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം നടന്നു കിട്ടും. അതുകൊണ്ട്
എബ്രായർ 13:15 തിരുവചനത്തിൽ പറയുകയാണ്, പൗലോസ് പറയുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. എല്ലാ അവസ്ഥയിലും യേശു ആരാണ്, എന്താണ്, അവനെ ദൈവമായി അംഗീകരിക്കുകയും അവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിഷേകത്താൽ പറഞ്ഞാൽ എല്ലാം നടന്നു കിട്ടും. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ആരാ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിലെ 30:27 പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. ചിലർ മുഖാന്തരം നാം അനുഗ്രഹിക്കപ്പെടുന്നു. യാക്കോബ് മുഖാന്തരം താൻ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് ലാബാൻ ഹൃദയപൂർവ്വം സംസാരിക്കുന്നു. അല്പം ചിന്തിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ പോയിരുന്നാലും അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു ജനങ്ങൾ. അവനോടൊപ്പമുള്ള എല്ലാ വിഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരും. ജോസഫിനെ നോക്കുക, ജോസഫ് നിമിത്തം അവൻ്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. മാത്രമല്ല, ജോസഫ് എവിടേക്കെല്ലാം പോയിരുന്നുവോ ആ സ്ഥലമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഉൽപ്പത്തിയിൽ 39:50 പറയുന്നതാണ്. വചനം പറയുന്നു, യഹോവ ജോസഫിൻ നിമിത്തം ഇസ്രായേലിലെ എല്ലാ വീടുകളെയും, അവിടെയുള്ള വീടുകൾ മുഴുവൻ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. ഒരു നീതിമാനെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ നീതിമാനുള്ള ബന്ധം ദൈവം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവൻ മുഖാന്തരം ആ പ്രപഞ്ചവും വ്യക്തികളും സമൂഹവും കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അതേസമയം ചിലർ നിമിത്തം കഷ്ടതകളും ഉപദ്രവങ്ങളും ശാപങ്ങളും വരുന്നു. കർത്താവിൻ്റെ വാക്കനുസരിക്കാതെ പോയ ആഗാൻ നിമിത്തം ഇസ്രായേൽ മുഴുവൻ തോൽവി നേരിട്ടു. കർത്താവിൻ്റെ വാക്കനുസരിക്കാത്ത യോന മുഖാന്തരം കപ്പലിൽ പ്രയാണം ചെയ്ത സകലകരും വേദനിക്കപ്പെട്ടു. ചരക്കുകൾക്ക് നഷ്ടം വന്നു. സമുദ്രത്തിൽ വലിയ കോളുണ്ടായി. പക്ഷേ പിന്നെ അത് യോനയെ രക്ഷിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ട്. പക്ഷേ യോന ആദ്യം കർത്താവിൻ്റെ വചനം സ്വീകരിക്കാതെ അവിടുന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പ്രവർത്തിപ്പിക്കാനോ തുടങ്ങുമ്പോൾ ആ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും, സമൂഹം അനുഗ്രഹിക്കപ്പെടും, രാജ്യം അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ കുടുംബത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്നുണ്ടോ, അഥവാ ശാപത്തെയാണോ അല്ലെങ്കിൽ ശാപങ്ങളാണോ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. സ്വന്തം രക്ഷകനായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അന്ന് മുതൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമായിട്ട് മാറും. നമ്മൾ അനുഗ്രഹീതം എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്താരീതി മാറണം. ഈ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയ വീടുണ്ടാവുകയോ എന്നാണോ, അല്ലെങ്കിൽ ഒരുപാട് പൈസ ബാങ്കിലുണ്ടാവണമെന്നാണോ, നമ്മൾ ചോദിക്കുമ്പോൾ സുഖകരമായ ഭക്ഷണം കിട്ടണമെന്നോ, ഇതൊന്നല്ല. നമ്മുടെ ആ ചിന്താഗതികൾ വിശുദ്ധ ഗ്രന്ഥത്തെ വായിക്കുമ്പോൾ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അനുഗ്രഹം വന്നു പോയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. കർത്താവ് അബ്രാഹാമിനെ വിളിച്ചപ്പോൾ അവൻ മുഖാന്തരം ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും എന്നത് അവൻ്റെ വാഗ്ദാനമായിരുന്നു. നിന്നെ
അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലും 1-ാം തിരുവചനമാണ് ചെയ്യേണ്ടത്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ നീ സകല വംശങ്ങളും സകലവരും അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടാ? അബ്രാഹാം നീതിമാനായിരുന്നു. ഇന്നലെ പറഞ്ഞുള്ളൂ, അബ്രാഹാം ദൈവകൽപ്പന അതേപടി അപ്പാടെ സ്വീകരിച്ച് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാതെ കർത്താവിലോ ഞാൻ പൂർണ്ണമായിട്ട് എന്നെ തന്നെ വിട്ടുവന്നിരിക്കുകയാണ്, നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പൂർണ്ണമായിട്ട് അത് ചെയ്തിരിക്കും, ഒരു ചോദ്യവുമില്ല, ഒരു ഉത്തരവുമില്ല, എല്ലാതും നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു, നീ എൻ്റെ ദൈവമാണ്, നീ പറയുന്നത് എന്തായാലും ഞാൻ അംഗീകരിക്കും, ചോദ്യങ്ങൾ ചോദിക്കുകയില്ല, അംഗീകരിക്കും, ഞാൻ ചെയ്തിരിക്കും, പ്രാവർത്തികമേലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താണ് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല അബ്രാഹാം അത് പറഞ്ഞത്. പക്ഷേ എന്നുണ്ടായി, ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതുപോലെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് നമ്മളെ അനുഗ്രഹിക്കാൻ പ്രസാദമായിട്ടുണ്ട്. അവൻ മുഖാന്തരം സ്വർഗീയ അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും നിത്യതയിലെ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചു കിട്ടുന്നുണ്ട്. റോമക്കാർക്ക് എഴുതിയ 8-ാം അധ്യായത്തിൽ 22 പറയുകയാണ്, സ്വപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? നമുക്ക് യേശുവിനെ തന്ന ദൈവം എല്ലാം തന്നു കഴിഞ്ഞു. അവനാൽ നമ്മൾ സ്വർഗം കരസ്ഥമാക്കിയിരിക്കുന്നു. അവനാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. ആ ബലിയേക്കാളും വലിയൊരു ബലി ഇനി ഇല്ല ഈ ലോകത്തിൽ, എല്ലാം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഓരോരുത്തർക്കും വാങ്ങിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവനാമത്തെ നിങ്ങൾ കഥ പറഞ്ഞല്ലേ, എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും അനുഗ്രഹങ്ങൾക്ക് നിനക്ക് ലഭിച്ചിരിക്കും. നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം ദൈവം അറിഞ്ഞിരിക്കും എന്നുള്ള സത്യമാവും ഇതിനോടുകൂടെ കൂട്ടി പറയേണ്ടി വരും. നമ്മുടെ അഹങ്കാരങ്ങൾ വെടിഞ്ഞ് പൂർണ്ണമായിട്ട് നമ്മളെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മൾ അനുഗ്രഹം മേടിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്കും പോകേണ്ട കാര്യമില്ല. അവിടെ പോകുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അതിനെക്കുറിച്ചും പറയാൻ ഞാൻ ആളല്ല. അവിടെ വ്യക്തിയുണ്ട്, അവർ പറഞ്ഞാൽ കൈവച്ചാൽ നമുക്ക് ഇത് കിട്ടും. അവിടെ ആ ഒരു സ്ത്രീയുണ്ട്, അവർ പറഞ്ഞ അപ്പം നടന്ന് കിട്ടും. ആ പള്ളിയിൽ പോയ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ടുമിൽ നിന്ന് അത് നമുക്ക് കിട്ടും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അവിടെ ഇവിടെയൊന്നുമല്ല, നമ്മളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക, തിരുവചനത്തിൻ്റെ ശക്തിയാൽ എല്ലാം എളുപ്പമാണ്. വചനം നിങ്ങളെ വിശദീകരിക്കട്ടെ, വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വചനം നിങ്ങളെ മുറുകെ പിടിക്കട്ടെ. വചനത്താൽ സകലതും സാധ്യമാണ്. അതിന് മുകളിലായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം കർത്താവ് പറഞ്ഞതെല്ലാം ഇതിനുള്ളിലാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെയോ അടുക്കള ഭാഗത്തു നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല. ദൈവം നമ്മളോട് കൂടി വസിക്കുന്നവനാണ്. യേശുക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നുള്ള ചിന്തയിലോട് കൂടിയിട്ട് അവനോട് ചോദിച്ചാൽ എനിക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട്, അവനെൻ്റെ പിതാവാണെന്നുള്ള ഉറച്ച അധികാരത്തോട് കൂടിയിട്ട്, അവനോട് ചോദിച്ചാൽ എനിക്ക് എല്ലാം ലഭിക്കും എന്നുള്ള തീക്ഷ്ണത വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തികളും സമൂഹവും അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ഉള്ളിൽ വിശ്വാസം നമുക്ക് വേണം, ഉള്ളിൽ ആ മനോഭാവം നമുക്ക് വേണം. പാപത്തിൽ നിന്ന് അകന്നിരിക്കണം. നമ്മൾക്ക് കിട്ടേണ്ട അനുഗ്രഹം അപരനെ ബുദ്ധിമുട്ടാവായി തീരാൻ പാടില്ല.
ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വചനം മനസ്സിലാക്കുമ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാവും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ആര് പറഞ്ഞേ? കർത്താവ് പറഞ്ഞാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14:14 പറയുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഞങ്ങൾ പിതാവിനോട് നിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്നുള്ള ചെയ്ത എൻ്റെ ഈശോയെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഭൗതികമായും ആത്മീയമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.